ഈ മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൺ ജോസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ശരിക്കും റിൻസൺ ജോൺസ് ആരാണ്? അല്ല, അയാളുടെ ഒരു ഇടപെടൽ എന്താണ്? അല്ല, ഇടപെടൽ എന്താണെന്നുള്ളത് ഇപ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ ചില കഥകളൊക്കെ കേട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ റിൻസൺ ആരാണെന്ന് പറയാം. ആരാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം 37 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. നമ്മുടെ വയനാട് ജില്ലയിലെ ഒണ്ടയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് മൂത്തേടത്ത് വീട്ടിൽ ജോസ്, ഗ്രേസി ഇവരുടെ മക്കളാണ്. അച്ഛൻ്റെ പേര് ജോസ്, അമ്മ ഗ്രേസി. ഇവർക്ക് ഇപ്പോൾ തയ്യൽ ജോലിയാണ്. ഇപ്പോഴും തയ്യൽ ജോലിയാണ്. വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ പഠിക്കുന്ന സമയത്തൊക്കെ വയനാട്ടിലൊക്കെ പഠിച്ചു. അതിനുശേഷം ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. സ്ഥലത്തെ ഒരു പ്രാദേശിക പള്ളിയിലെ വികാരിയാണ് റിൻസൻ്റെ പഠനത്തെ സഹായിച്ചത്. റിൻസന് ഒരു സഹോദരനുണ്ട്, ജിൻസൺ. ഇവർ രണ്ടുപേരും ഇരട്ടപ്പറ്റതാണ്, ട്വിൻസാണ്. ഒരു സഹോദരിയുണ്ട്. സഹോദരി അയർലൻഡിൽ നേഴ്സാണ്. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന വിവരങ്ങൾ. അപ്പം നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വളരെ കാര്യമായി റിൻസനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം ഇത് റിൻസനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. റിൻസൺ കുറ്റവാളിയൊന്നുമില്ല. അല്ല, ഇവിടെ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് റിൻസൺ ഒരു തെറ്റും ചെയ്യാത്ത പാവമാണ്. റിൻസൺ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നാട്ടുകാർക്കെല്ലാം ഞെട്ടിപ്പോയി. എന്ത് ഞെട്ടാൻ? അയാൾ ഒരു രാജ്യത്ത് ബിസിനസ് നടത്തുന്നു, അല്ലേ? അയാൾ ഉപരിപഠനത്തിനായിട്ട് പോകുന്നു. അയാൾ ഉപരിപഠനത്തിന് പോകുന്നു. അതിനുശേഷം ഇയാൾ ഒരു വർഷം സെമിനാരി പഠിച്ചു. സെമിനാരി പഠിച്ചു കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ട് അവിടെ ഒരു കോൾ സെൻറ്ററിൽ ജോലി ചെയ്തു. അവിടെ പിന്നെ പോണ്ടിച്ചേരി പോയി MBA എടുത്തു. ഇതൊക്കെയാണ് റിൻസൻ്റെ നമുക്കറിയാവുന്ന വിവരങ്ങൾ. അതിനെല്ലാം ശേഷം അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് നോർവേയിലേക്ക് പോയത്. നോർവേ പോയി അവിടെ ചെല്ലുമ്പോഴും വലിയ സാമ്പത്തികമൊന്നുമില്ല. ഇടത്തരം കുടുംബമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ബൾഗേറിയയിൽ ആണ്, നോർവീജിയൻ പൗരനാണ് എങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മാനന്തവാടിയിൽ തയ്യൽ കട നടത്തുകയാണ്. വളരെ സാധാരണ കുടുംബത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ ഈ നോർവേയിൽ എത്തിയതിന് ശേഷം റിൻസൺ ഉണ്ടല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തു. പത്രവിതരണം ചെയ്തു. കെയർ ടേക്കർ ജോലി ചെയ്തു. കെയർ ഹോം വീടുകളിൽ പ്രായമായ ആളുകളൊക്കെ പരിചരിക്കുന്ന ജോലി. അങ്ങനെ വളരെ അരിഷ്ടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ നിലവിൽ അയാളുടെ ജോലി എന്നൊക്കെ പറയുന്ന രേഖകളിൽ കാണുന്നത് അവിടെ DN മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നു. DN മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ PR കമ്പനി പോലെ അല്ലെങ്കിൽ പരസ്യ ഏജൻസി പോലെയൊക്കെയുള്ള ഒരു കമ്പനിയാണ്. ആ സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യുന്നു എന്നാണ് വിവരം. ഇതിനിടയ്ക്ക് റിൻസൺ നാട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ വന്നു. ഈ ജനുവരിയിലാണ്, 2024 ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഇന്ത്യൻ പൗരത്വം ഇപ്പോൾ ഇല്ല. കാരണം നോർവീജിയൻ പൗരനാണ്. കാരണം മറ്റൊരു പൗരത്വം എടുക്കുമ്പോൾ, മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി സീസ് ചെയ്യപ്പെടും, റദ്ദായിപ്പോയി. പക്ഷേ ഓവർസീസ് സിറ്റിസൺ എന്ന നിലയിൽ ഇവിടെ വരാം, മാതാപിതാക്കളെ കാണാം, ഇവിടെ വരുന്നു, സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു, അങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നീടാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായതിന് ശേഷമാണ് നോട്ട ലിങ്ക് എന്നുള്ള കമ്പനിയായിട്ടിലേക്ക് എത്തുന്നത്. ഇതൊരു പക്ഷേ ഈ ആദ്യമായിട്ട് നമ്മളാണ് നോട്ടയുടെ പേര് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ടെലക്സ് എന്ന് പറഞ്ഞ ഹംഗേറിയൻ പോർട്ടലിൽ നിന്നാണ് നമുക്ക് ആ വിവരം കിട്ടിയത്. ഹംഗേറിയൻ പോർട്ടലാണ് നോട്ടയുടെ കാര്യം ആദ്യം പറയുന്നത്. കാരണം ആദ്യമേ അന്വേഷണം പോയത് അപ്പോളോ ഗോൾഡ് അപ്പോളോ എന്ന് പറഞ്ഞ തായ്വാൻ കമ്പനിയാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ കോപ്പി റൈറ്റ് പേറ്റൻറ്റ് ഹംഗറിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അവരാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. AR924 എന്ന് പറഞ്ഞ പേജറിൻ്റെ ബാക്കിലെ നമ്പർ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. AR9 ഉണ്ടായിരുന്നുള്ളൂ, 924 ആയിരിക്കും എന്നുള്ള ഊഹത്തിലൂടെയാണ് അപ്പോളോ ഗോൾഡിലും പിന്നെ ആ വഴിക്ക് ബാക്ക് എന്ന് പറയുന്ന മറ്റേ കമ്പനിയിലും എത്തുന്നത്, ഹംഗറിയിൽ എത്തുന്നത്. ബാക്കിൻ്റെ ഉടമസ്ഥ ക്രിസ്റ്റീന ബാർസോണിയുടെ കമ്പനിയിൽ അന്വേഷിക്കുമ്പോൾ ബാർസോണി പറയുന്നു ഞാനിതൊന്നുമില്ല, ഞാൻ മീറ്ററാണ്, ഞാൻ ഈ വർക്ക് പിടിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ബാക്ക് ഈ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് നോർട്ട എന്ന കൺസൾട്ടൻസിക്കാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഇത് റിൻസൻ്റെ പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ജിൻസൺ ഇപ്പോൾ UK കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ ജിൻസൺ UK അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെ റിൻസണിലേക്ക് എത്തി. അതിനകത്ത് 15 ലക്ഷം യൂറോ, 1.5 യൂറോയുടെ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പൊതുവിലുള്ളത്. പക്ഷേ ഇത് ഹംഗറി പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബൾഗേറിയയിൽ ഇത് ആരും നിർമ്മിച്ചു, ബൾഗേറിയയിൽ നിർമ്മിച്ചതാണോ ബൾഗേറിയക്ക് പുറത്ത് വിടുന്നതിലും വാങ്ങിയതാണോ എന്നതും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇവരെല്ലാം ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഇത് പിന്നെയും ഇത് നീണ്ടു ചരട്ടങ്ങ് നീണ്ടു പോവുകയാണ്. പക്ഷേ ഇതിനകത്തൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല.
കാരണം ഇപ്പം നമ്മൾ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തന്വേഷിക്കാനാ? രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. റിൻസൺ ഇതിനകത്തുണ്ടോ? റിൻസൺ കുറ്റം വല്ലതും ചെയ്തോ? ഇല്ല. അതേ ഒരു കമ്പനി നടത്തുന്നു. ഇദ്ദേഹത്തിന് ഇങ്ങനെ കമ്പനി ഉള്ളതായി അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഇന്നലെ ചില ചാനലുകാരൊക്കെ അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ അമ്മാവനോട്ടമായ തങ്കച്ചനെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ വിഷ്വൽ ബൈറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് കമ്പനി ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഏതായാലും വളരെ കൃത്യമായിട്ടറിയാം. വളരെ ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രയേൽ 2 ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയിരുന്നു. അതിലൊന്ന് BAC ആണ്. ആ കമ്പനിയുടെ ആസ്ഥാനം കണ്ടാൽ തന്നെ അറിയാം. ഒരു കടലാസിൽ A4 ഷീറ്റിലാണ് ഇതിൻ്റെ പേര് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ BAC എന്ന് പറഞ്ഞ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി. അതുപോലെ ഉണ്ടാക്കിയ ഒരു നോട്ട എന്ന് പറയുന്ന കമ്പനിയും ആയിരിക്കാം ഒരുപക്ഷെ ഈ ബൾഗേറിയയിലെ കമ്പനി. അതിനകത്ത് ഒരുപക്ഷെ ഈ റിൻസൺ ഇതൊന്നും അറിയാതെ ആ കമ്പനിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റാഫെങ്കിലും വേണമല്ലോ. മറ്റേ BACയിലും നമ്മുടെ ഈ യുവസുന്ദരി മാത്രമേ ഉള്ളൂ ജീവനക്കാർ ആയിട്ട്. മുതലാളിയും തൊഴിലാളിയും എല്ലാം പുള്ളിക്കാർ തന്നെയാണ് എന്ന് പറയുന്ന പോലെ റിൻസൺ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ കമ്പനിയിലുള്ളത്. അദ്ദേഹത്തെ ജോലിക്കെടുത്തു. അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല. ഒരു ഓർഡർ വന്നു, അത് പ്ലേസ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇത്രയായിരിക്കാം സംഭവിച്ചത്. അല്ലാതെ റിൻസൺ ഈ പറഞ്ഞ പോലെ മൊസാദിൻ്റെ ഏജന്റ് ആവണം ഒന്നുമില്ല. അങ്ങനെ ആയിക്കൂടൊന്നുമില്ല. നമുക്കറിയില്ല ആരെല്ലാം ആരുടെയൊക്കെ ഏജൻസി പഠിച്ചു. വിദേശത്ത് ഒരു ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഓപ്ഷനിലൊക്കെ ഓപ്ഷൻ കിട്ടി. ഒരു കമ്പനി വരുന്നു, ഇവിടെ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പറയാം ഇവിടെ ബൾഗേറിയയിൽ ഈ നോട്ട എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ എടുത്തിരിക്കുന്നു, നിങ്ങൾ അവിടെ വരുന്ന ലെറ്റേഴ്സ് വരിക, അതിന് റിപ്ലൈ അയക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി. ബാക്കിയൊക്കെ അറിയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളെ വിളിച്ചാലും നമ്മൾ പോകത്തില്ലേ? ഒരു ജോലി കിട്ടിയിരിക്കുന്നു, മറ്റൊരു രാജ്യത്ത് പോയി നിനക്കൊരു ജോലി, ആകർഷകമായ ശമ്പളവും പറയുന്നു, ഇവിടെ വർക്ക് ചെയ്യുക. നിന്റെ ജോലി ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് നോക്കുക, മെയിൽ അയക്കുക, റിപ്ലൈ കൊടുക്കുക, ഓർഡർ വരുന്നു, പ്ലേസ് ചെയ്യുന്നു. അതല്ലാതെ ഈ പറയുന്ന 15 ലക്ഷം യൂറോ എന്ന് പറയുന്നത് റിൻസന്റെ അക്കൗണ്ടിലേക്ക് പോയതായിട്ടൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ റിൻസന് BACയിൽ നിന്ന് ഓർഡർ വന്നു, റിൻസൺ അത് ഏറ്റെടുത്തു. റിൻസൺ എന്നിട്ട് ഈ ആരെങ്കിലും ഗൈഡ് ചെയ്തിട്ടുണ്ടോ ഇന്ന കമ്പനിക്ക് ഓർഡർ കൊടുക്കാൻ? റിൻസന് മുകളിൽ നിന്ന് ഞാൻ വീണ്ടും പറയാം, അതൊരു പക്ഷേ മൊസാദ് ആയിരിക്കാം. സംബടി പറഞ്ഞ് ഈ ഓർഡർ ഇന്നവർക്ക് പ്ലേസ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം, അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ അങ്ങ് പോയിരിക്കും. അപ്പോൾ ഈ ജോലി കൊടുത്ത കമ്പനി ഒരുപക്ഷെ റിൻസൺ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ത്രൂ ഈ ട്രാൻസാക്ഷൻ നടക്കാം. കമ്പനി അക്കൗണ്ടിലേക്ക് റിൻസന്റെ അക്കൗണ്ടിലാണ് വന്നതെന്ന് ഇതുവരെ ഒരു മാധ്യമത്തിലും പറയുന്നില്ല. നോട്ടയുടെ പേരിലാണ് ഈ ട്രാൻസാക്ഷൻ നടന്നു പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെ രസകരമായൊരു കാര്യം, നമ്മുടെ ക്രിസ്റ്റീന ബാർസോണി ആർക്കിഡിക്കാനോ, അതാണല്ലോ നമ്മുടെ BACയുടെ CEO തൊട്ട് പ്യൂൺ വരെ പുള്ളിക്കാരിയാണ്. അവർക്ക് 49 വയസ്സേ ഉള്ളൂ. അവരുടെ അമ്മയുടെ പേര് ബിയാട്രിസ് ബാർസോണി ആർക്കിഡിക്കാനോ എന്നാണ്. അപ്പോൾ ഈ ബിയാട്രിസിനെ മാധ്യമപ്രവർത്തകർ പോയി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എൻ്റെ മോൾക്കൊന്നും അറിയില്ല, അവൾക്കൊരു ജോലി കിട്ടി, അവൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സെയിം അതേപോലെ സമാനമായ സാഹചര്യമാണ് നമ്മുടെ റിൻസന്റെ കാര്യത്തിലും. ജോലി കിട്ടി, കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മെയിലിലും മറ്റും നിർദ്ദേശങ്ങൾ വരും, അതനുസരിച്ച് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് അവരെല്ലാം മൊസാദിന്റെ ചാരന്മാരാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ആയിരിക്കാം, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നോർമലി സിനിമ ആണെങ്കിലും നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകനാണെങ്കിലും വിദേശത്ത് ഒരു കമ്പനി ഒന്ന് ഒരു ഓഫർ കിട്ടി, ജോലി കിട്ടി, അവിടുന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിർദ്ദേശങ്ങൾ വരുന്നു, അതനുസരിച്ച് ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഇനി മൊസാദാണ് റിക്രൂട്ട് ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ അറിയണമെന്നില്ല. എനിക്കൊരു ജോലി. പക്ഷേ എനിക്കിപ്പോൾ വളരെ രസകരമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ക്രിസ്റ്റീനയുടെ എവിടെയാണെന്ന് അറിയില്ല, ക്രിസ്റ്റീനയെ സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല. കാരണം സ്വാഭാവികമായും ഇവർക്ക് ഭയമുണ്ടാകും. കാരണം ലോകത്തെമ്പാടും നെറ്റ്വർക്കുള്ള ഒരു തീവ്രവാദ സംഘടന. ഈ നെറ്റ്വർക്ക് തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടെ പോലും പലസ്തീന് വേണ്ടി കൊല്ലാൻ നടക്കുന്ന ആളുകളുണ്ട്, വികാരം കയറിയിട്ട്, മതവികാരം കയറിയിട്ട്. അതുകൊണ്ട് ക്രിസ്റ്റീനയുടെ പേര് വന്നു, അവരുടെ ചിത്രം വന്നു, ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളിലും അവരുടെ ചിത്രം വന്നുകൊണ്ട് അതുകൊണ്ട് അവർക്ക് വല്ലാത്ത പേടിയുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാവുന്നത് ഹംഗേറിയൻ സീക്രട്ട് സർവീസ് ക്രിസ്റ്റീനയുടെ സുരക്ഷ ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. ഹംഗേറിയൻ സീക്രട്ട് സർവീസ് കാരണം അവർക്ക് വലിയ പ്രശ്നമായി. അവരുടെ രാജ്യത്തെ ഒരു സിറ്റിസണാണ്. അവരുടെ പേര് വല്ലാതെ വ്യാപകമായി. ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഇടയ്ക്ക് വലിയ ആക്രമണം നടന്ന പേജർ കൊടുത്ത കമ്പനിയുടെ ആളാണെന്നുള്ള പേര് വന്നു. ഇവരെ ഏതെങ്കിലും ഒരു മതഭീകരൻ വന്ന് ആക്രമിച്ചേക്കാം എന്ന് കരുതി ആ രാജ്യം സുരക്ഷ കൊടുക്കുകയാണ്. അതാണ് അവരുടെ സംസ്കാരം. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും റിൻസൺ എന്തോ വലിയ തെറ്റ് ചെയ്തു, റിൻസൺ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിൽ ആ വാർത്ത കൊടുക്കുന്നത്. റിൻസൺ എന്ത് ചെയ്തു? ആ റിൻസനെ സംരക്ഷിക്കുക, റിൻസൺ എന്നുള്ള ചെറുപ്പക്കാരനെ പ്രൊട്ടക്ട് ചെയ്ത് അവന് വേണ്ടി വർത്തമാനം പറയുന്ന ആളുകൾ പോലും അവൻ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ആരും കരുതുന്നില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകൻ കരുതിയെന്നർത്ഥം. ഇവനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അയാളുടെ ജോലിയാണ് അയാൾ ചെയ്തത്. അതിൻ്റെ പേരിൽ ബോംബുണ്ടോ,
ഒന്നും ഇയാൾക്കറിയില്ല, ഇയാൾ പൊട്ടിച്ചു നോക്കിയിട്ടല്ലോ പോയത്. ഓർഡർ കിട്ടി, അയാൾക്ക് ഒരു ദല്ലാൾ പണിയാണ്, സത്യത്തിൽ ദല്ലാൾ പണിയാണ് അല്ലേ, ഇടനിലക്കാരനായി നിന്നിട്ട് ഇത് വേറൊരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു, അത് നീട്ട കമ്മീഷൻ മേടിക്കുന്നു. ആ ദല്ലാൾ പണി അനുസരിച്ച് അയാൾ ഓർഡർ ചെയ്തു. അതിനകത്ത് ബോംബുണ്ടോ, അത് പൊട്ടുവോ, ഇതൊന്നും റിൻസൺ അറിയില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് റിൻസൺ എന്തോ അപരാധം ചെയ്തു, റിൻസൻ്റെ നാട്ടുകാരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് റിൻസൺ ചെയ്തത് എന്ന തരത്തിലാണ് പറയുന്നത്. ഇപ്പോൾ റിൻസൻ്റെ ഈ കുടുംബത്തിനും കേരളത്തിലായതുകൊണ്ട്, ആവർത്തിച്ച് പറയുകയാണ്, കേരളത്തിലായതുകൊണ്ട്, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു ജില്ലയും കൂടി ആകുമ്പോൾ അവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ ചില ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. കാസർഗോഡ് നിന്നൊക്കെയാണ് IS-ലൊക്കെ ആളുകൾ പോയത്. കാസർഗോഡ് പടന്നയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഈ പറയുന്ന ജോസ് ഗ്രേസി ഇവരുടെ മാതാപിതാക്കളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഒരു സുരക്ഷ ഒരു പ്രശ്നമാണ്. ശരിക്കും അവരെ സംരക്ഷിക്കാനും അവർക്കുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടി നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, അതിൻ്റെ പേരിൽ അവൻ ഒരു വലിയ വില്ലനെ പോലെ ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് തെറ്റായൊരു പ്രവണതയാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ സ്പെഷ്യൽ പോലീസിൻ്റെ പെട്രോളിങ് ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് SBയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും കൂടാതെ ഇൻ്റലിജൻസ് ബ്യൂറോയും റിൻസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. കേസിലെ പ്രതിയൊന്നും ആയതുകൊണ്ടല്ല, ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടും. ഇനി ഈ ചെറുപ്പക്കാരനും അയാളുടെ കുടുംബത്തിനും നേരെ, അയാൾ ഇന്ത്യൻ പൗരനല്ല, പക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, അവർക്ക് എന്തെങ്കിലും ആക്രമണ ഭീഷണിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കെടുത്തിട്ട് പോലീസ്, കേന്ദ്ര ഏജൻസികളും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും അതിൻ്റെ ഒരു നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് SP പറഞ്ഞു അവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഏത് സർക്കാരും ചെയ്യുന്ന, സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഈ ചെറുപ്പക്കാരൻ എന്തോ തെറ്റ് ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി റിൻസൺ ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും റിൻസൺ ഒരു ഹീറോയാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, അറിഞ്ഞിട്ടല്ല എങ്കിൽ അത് ചെറുപ്പക്കാരൻ പെട്ടുപോയി, അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു ഹീറോ എന്ന നിലയിൽ അന്തസ്സോടെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.